തൊടുപുഴയിൽ ഔദ്യോഗിക വാഹനത്തിൽ മദ്യപിച്ചെത്തിയ എസ്ഐയെയും ഡ്രൈവറെയും തടഞ്ഞുവെച്ച് നാട്ടുകാർ. തൊടുപുഴ മാങ്ങാട്ടുകവലയിലാണ് സംഭവം. കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ എസ്ഐ റോയ്സ് കുമാരനെയും ഡ്രൈവറെയുമാണ് നാട്ടുകാർ തടഞ്ഞത്. ഞങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യമല്ല. ഈ പണി തൊഴിൽ പോലീസ് സ്റ്റേഷൻ നടത്തുന്നത് ഇവിടുത്തെ മുഴുവൻ പോലീസുകാരാണ് വക്കാലത്ത് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. കാണിച്ചു തരാം. ചീട്ട് കളിയോ, ചൂതാട്ടം, മദ്യം, ഇപ്പോൾ വിവരങ്ങളുമായി അഖിൽ കൂടി ചേരുന്നുണ്ട്. അഖിൽ, നിയമം പാലിക്കേണ്ടവർ തന്നെ അത് പാലിക്കാതെ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടവർ മാതൃകയാവാതെയുള്ള ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. മദ്യപിച്ചിട്ടാണ് എസ്ഐ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നാട്ടുകാർ പിടികൂടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? ശരണ്യ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ രാത്രി ലോകകപ്പ് ഫൈനൽ നടക്കുകയായിരുന്നു. ലോകകപ്പ് ഫൈനൽ തൊടുപുഴ മങ്ങാട്ടുകവല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വളരെ വിപുലമായി ഇന്നാട്ടിലെ ചെറുപ്പക്കാർ ചേർന്ന് നറുക്കെടുപ്പും മറ്റ് അനുബന്ധ പരിപാടികളുമൊക്കെയായി വളരെ വിപുലമായി തൊടുപുഴയിൽ മങ്ങാട്ടുകവലയിൽ ലോകകപ്പ് ഫൈനൽ മത്സരം ബിഗ് സ്ക്രീനിൽ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രദർശനം നടക്കുന്നതിനിടയിലേക്കാണ് ഈ കരിമണ്ണൂർ എസ് ഐ ആയിട്ടുള്ള റോയി പെട്രോളിങ്ങിൻ്റെ ഭാഗമായി എത്തുന്നത്. പെട്രോളിങ്ങിൻ്റെ ഭാഗമായി അദ്ദേഹവും സ്റ്റേഷനിൽ തന്നെ CPO ആയ ഡ്രൈവറും എത്തുന്നു. ഇവർ കളി കാണുന്ന അവസരത്തിൽ കളി അവസാനിച്ചിരുന്നു. ട്രോഫി കൈമാറുന്നത് കാണാനായി അവിടെ കൂടിയിരുന്ന ആളുകളോട് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ലെന്നും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ആ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ അവർ ട്രോഫി നൽകുന്നത് സമ്മാനദാനം കണ്ടിട്ട് പോകാമെന്നുള്ള നിലപാട് നാട്ടുകാർ എടുക്കുകയുണ്ട്. എന്നാൽ റോയ് ഉറച്ച നിലപാടിലായിരുന്നു. ആരെയും ഇവിടെ കാണിക്കില്ല, ഇതെല്ലാം താനിപ്പോൾ എടുത്തു കളയുമെന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോഴാണ് ആ ഘട്ടത്തിലാണ് നാട്ടുകാർക്ക് ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന സംശയം തോന്നുന്നത്. മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള സംശയത്തെ തുടർന്ന് നാട്ടുകാർ ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയായിരുന്നു. ശേഷം തൊടുപുഴ സ്റ്റേഷനിലെ CIയെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം വിളിച്ചു വരുത്തുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പോലീസ് ആദ്യഘട്ടം മുതൽ ഈ SIയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് മുൻപോട്ട് പോയത്. കാരണം ആദ്യഘട്ടത്തിൽ ഒരു ബ്രത്ത് അനലൈസർ ഇദ്ദേഹത്തെ പരിശോധിക്കുന്നതിനായി മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ എത്തിച്ചിരുന്നു. ആ ബ്രത്ത് അനലൈസർ ഇദ്ദേഹത്തെ അത് ഉപയോഗിച്ച് ഊതിക്കുമ്പോൾ അത് വർക്ക് ചെയ്തില്ല. അതിലെ ഏറ്റവും രസകരമായ സംഭവം, ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, താൻ നല്ലപോലെ കഴിച്ചിട്ടാണുള്ളത്, ഞാനതൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് നോക്കുമ്പോൾ അദ്ദേഹവും അതിൽ ഊതുമ്പോൾ ആ സാധനം വർക്ക് ചെയ്യുന്നില്ല. അത്തരത്തിൽ ഈ നാട്ടുകാരുടെ മുന്നിൽ നിന്ന് SIയെയും ഈ CPOയെയും രക്ഷിക്കാനായിട്ടായിരുന്നു തൊടുപുഴ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം മങ്ങാട്ടുകവലയിൽ എത്തിയത്. ശേഷം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ജീപ്പ് പരിശോധിച്ചപ്പോഴാണ് ഒരു വോഡ്കയുടെ മദ്യക്കുപ്പിയും തീർന്ന നിലയിലുള്ള വോഡ്ക മദ്യക്കുപ്പിയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ചീട്ടും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നാണ് ഇത് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ കണ്ടെത്തുന്നത്. ശേഷം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തൊടുപുഴ CIയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി ഹാജരാക്കി എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ രാവിലെ CIയുമായി ബന്ധപ്പെടുമ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ഹാജരാക്കി ബ്ലഡ് സാമ്പിൾ എടുത്ത് കാക്കനാടെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. റിസൾട്ട് വന്നില്ല എന്നാണ് അറിയുന്നത്. എന്തു തന്നെയായാലും ആദ്യഘട്ടം മുതൽ പോലീസിനെ SIയെ തൊടുപുഴയിലെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നാണ് മദ്യപിച്ചെത്തിയ SIയെയും അതുപോലെ തന്നെ ഡ്രൈവറെയും തടഞ്ഞു നിർത്തിയത്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുഴുവൻ പോലീസുകാരാണ് വക്കാലത്ത് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. കാണിച്ചു തരാം. ചീട്ട് കളിയോ, ചൂതാട്ടം, മദ്യം, ഇപ്പോൾ നിയമം പാലിക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നാട്ടുകാർക്ക് മാതൃകയാവേണ്ട ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ നിയമം ലംഘിച്ചുകൊണ്ട് നാട്ടുകാർക്ക് ഇങ്ങനെയൊരു ദൃശ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.